Zephyr, the dream team in entrance coaching. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ സെഫർ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലെ സുവോളജി അധ്യാപകനാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ വർഷവും ഇതിനു മുമ്പുള്ളൊരു വർഷവും സെഫറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളുടെ ഒരു വർഷമാണ്. ഈ വർഷം ഇന്ത്യയിൽ 18 ലക്ഷം കുട്ടികൾ നീറ്റ് എന്ന് പറയുന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയതിൽ 88ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ ലെവലിൽ ലഭിച്ചത് സെഫറിലെ ഒരു വിദ്യാർത്ഥിയായ നിധിൻ കൃഷ്ണയ്ക്കാണ്. 720ൽ 700 മാർക്ക് വാങ്ങിച്ച് ഓൾ ഇന്ത്യ ലെവലിൽ 88ാമത്തെ റാങ്കും കേരള റാങ്ക് ലിസ്റ്റിൽ 3ാമത്തെ റാങ്കും സ്കോർ ചെയ്യാൻ നിധിൻ കൃഷ്ണയ്ക്ക് സാധിച്ചു. നിധിൻ കൃഷ്ണ സെഫറിലെ 2 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് +1 +2 കോഴ്സിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്? സാധാരണ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ ഒരു സ്കൂളിലേക്ക് 11ഉം 12ഉം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയെടുക്കും. സ്കൂളിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ച് അവരെ ബോർഡ് എക്സാമിനേഷന് സജ്ജമാക്കുക എന്നുള്ളതാണ് എല്ലാ സ്കൂളുകാരും ലക്ഷ്യമിടുന്നത്. പക്ഷേ എല്ലാ വിഷയത്തിനും 12ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് ഈ +2 പരീക്ഷ കഴിഞ്ഞ് അവർ നേരിടാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷനിൽ നല്ല ഒരു സ്കോർ ലഭിക്കണമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം ബോർഡ് എക്സാമിനേഷൻ്റെ രീതിയും നീറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് മത്സര പരീക്ഷയുടെ രീതിയും വിഭിന്നമാണ്. ബോർഡ് എക്സാമിനേഷൻ എഴുതുന്ന രീതിയല്ല നീറ്റ് എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ 11ഉം 12ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാധാരണഗതിയിൽ നീറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ട ഒരു പരിശീലനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും 12ാം ക്ലാസ് കഴിഞ്ഞ് ആദ്യത്തെ ചാൻസിൽ നീറ്റ് എഴുതുമ്പോൾ ഉയർന്ന റാങ്ക് സ്കോർ ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ ഈ നിധിൻ കൃഷ്ണ ഇവിടെ 12ാം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട് ആദ്യത്തെ ചാൻസിൽ നീറ്റ് എഴുതിയപ്പോഴാണ് ഈ 3ാം റാങ്ക്, കേരളത്തിലെ 3ാം റാങ്ക് സമ്പാദിക്കാൻ സാധിച്ചത്. എന്താണ് അതിൻ്റെ കാരണം? സെഫർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് +2 കോഴ്സാണ് സെനീത്ത് എന്ന് പറയുന്ന ഒരു കോഴ്സ്. സെനീത്ത് എന്ന് പറയുന്നത് 11ലും 12ലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഞങ്ങൾ ഒരേ സമയം ബോർഡ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും വേണ്ടി കോച്ച് ചെയ്ത് ആദ്യത്തെ ചാൻസിൽ തന്നെ ഉയർന്ന റാങ്ക് സ്കോർ ചെയ്യാൻ അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ സെനീത്ത് എന്ന് പറയുന്ന ആ ഒരു ബാച്ച് കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അത് ഞങ്ങൾക്ക് സഫലീകരിക്കാൻ സാധിച്ചു. ഈ വർഷം 720ൽ 700 മാർക്ക് വാങ്ങിച്ചത് നിധിൻ കൃഷ്ണൻ, ഇവിടുത്തെ സെനീത്ത് ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. 677 വാങ്ങിച്ച പ്രണവ് സെഫറിലെ സെനീത്ത് വിദ്യാർത്ഥിയാണ്. 720ൽ 670 മാർക്ക് വാങ്ങിച്ച അദ്രിത് കൃഷ്ണൻ സെഫറിലെ സെനീത്ത് വിദ്യാർത്ഥിയാണ്. അപ്പോൾ 2 വർഷം സെഫറിലെ ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് അറ്റൻഡ് ചെയ്തൊരു കുട്ടിക്ക് ആദ്യത്തെ ചാൻസിൽ റിപ്പീറ്റ് ചെയ്യാതെ, ഓൺലൈൻ വിദ്യാഭ്യാസമായിരുന്നു കുറച്ച് നാളായിട്ട്, 1.5 വർഷക്കാലത്തോളം ഓൺലൈൻ ക്ലാസ്സുകൾ സെഫർ നടത്തിയത് വളരെ ഭംഗിയായിട്ട് അവർ അറ്റൻഡ് ചെയ്യുകയും പിന്നീട് ഒരു 5-6 മാസം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇവിടെ നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഉയർന്ന റാങ്ക് വാങ്ങിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടെ ഇത്രയും റാങ്ക് അവർക്ക് നേടാമെങ്കിൽ കോവിഡൊക്കെ മാറിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സെനീത്ത് കോഴ്സ് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സെഫറിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ വരുന്ന 25ാം തീയതി എഴുതാൻ പോവുകയാണ്. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നല്ല സ്കോർ ലഭിക്കുന്നവരെ സെഫറിൻ്റെ സെനീത്ത് ബാച്ചിലേക്ക് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, സെനീത്ത് ബാച്ചിൽ നിങ്ങൾ വന്ന് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം ബോർഡ് എക്സാമിനേഷനും ഉയർന്ന മാർക്കുകൾ വാങ്ങിക്കാൻ സാധിക്കും,
നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷനും ആദ്യത്തെ ചാൻസിൽ ഉയർന്ന റാങ്ക് വാങ്ങിക്കാൻ സാധിക്കും, നിങ്ങളുകൂടെ സഹകരിക്കുകയാണെങ്കിൽ. ആ ഒരു പശ്ചാത്തലം, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതിന് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അധ്യാപകർ, ലൈബ്രറി, സർവ്വ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥാപനമാണ് സെഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആപ്പുകളുണ്ട്, എഡ്യൂക്കേഷൻ ഓൺലൈൻ ആപ്പുകൾ. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി വളരെയധികം പരസ്യങ്ങൾ നൽകി അവരെ ആകർഷിക്കുന്ന ആപ്പുകൾ ചെന്ന് കുടുങ്ങാതിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെഫയറിൻ്റെ സെനീത്ത് ബാച്ചിലാണ് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന് ചേരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ മാർഗനിർദ്ദേശമനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ 12ാം ക്ലാസ് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ചാൻസിൽ ഉയർന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 720-ൽ 600 അതിൽ കൂടുതലോ മാർക്ക് വേണം. 2 വർഷം മുമ്പ് ഈ സെഫറിൽ പഠിച്ചിരുന്ന അഭിഷേക് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയുണ്ട്. അഭിഷേക് സെനീത്തിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ പഠിക്കുന്നു. ഈ വർഷം ഉയർന്ന റാങ്ക് വാങ്ങിച്ച നിധിൻ കൃഷ്ണയ്ക്ക് ഒരു സംശയവുമില്ലാതെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ 25-ാം തീയതി തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷ എഴുതുക. നിങ്ങൾ ഓൺലൈനായിട്ടും നേരിട്ടും വന്ന് അതിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിലെ സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു പരീക്ഷയാണ്. നിങ്ങളെ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ വെൽക്കം ചെയ്യുന്നു. അഡ്മിഷൻ നേടിയെടുക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർന്ന റാങ്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. Zephyr, the dream team in entrance coaching.